ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 57-58 വാക്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. നാം യേശുവിനെ അനുഗമിക്കുന്നവർ, അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇന്നത്തെ സമൂഹം, പ്രത്യേകിച്ച് യുവതലമുറ, അനുകരണങ്ങളിൽ ആകൃഷ്ടരാണ്. എന്നാൽ പലപ്പോഴും ഇത് അപകടത്തിലേക്കും വൃഥാവിലേക്കും നയിക്കുന്നു. പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുക്രിസ്തു ഈ ലോകത്തിൽ എങ്ങനെ വിജയകരമായ ജീവിതം നയിക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നാം യേശുവിനെ അനുഗമിക്കണം? ഈ ലോകത്തിൽ യേശുക്രിസ്തു 33.5 വർഷം ജീവിച്ചു. താനൊരു ഗുരുവും സ്നേഹിതനും നല്ല പുത്രനും വഴികാട്ടിയും സൗഖ്യദായകനും അങ്ങനെ എല്ലാമായിരുന്നു. ദൈവരാജ്യത്തിലേക്കുള്ള യഥാർത്ഥ വഴി യേശുക്രിസ്തു മാത്രമാണെന്ന് അന്നുള്ളവർ മനസ്സിലാക്കി. യഥാർത്ഥ വഴിയും യഥാർത്ഥ ജീവനും യേശുക്രിസ്തു മാത്രമാണ്. നാം ഒരിക്കലും പൂർണ്ണരല്ല. പൂർണ്ണരായിരുന്നെങ്കിൽ നമുക്കൊരു മാതൃക ആവശ്യമില്ലായിരുന്നു. നമ്മുടെ അപൂർണത യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ. എങ്ങനെ അനുഗമിക്കണം? നാം ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒരു ടെലിവിഷൻ വാങ്ങിയാൽ അതിന്റെ സകല പ്രവർത്തനങ്ങളും പഠിക്കുവാൻ ഒരു മാനുവൽ നമുക്ക് കിട്ടും. ഇത് വായിച്ചു നോക്കാതെ പരീക്ഷണങ്ങൾ നടത്തിയാൽ അതൊരുപക്ഷെ കേടായെന്ന് വരാം. അതുപോലെ നാം എങ്ങനെ യേശുവിനെ അനുഗമിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് അതിനുള്ള മാനുവൽ. നമ്മുടെ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് ക്ഷമ നേടണം. ഏതു പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും ഈ യേശുവിനെ തള്ളിപ്പറയാതെ നമ്മുടെ ഉള്ളം അവനു വേണ്ടി സമർപ്പിക്കണം. സ്ഥിരമാനസനായി യേശുവിനെ നാം അനുഗമിക്കണം. യേശുവിനെ കണ്ടെത്തുന്ന വ്യക്തി പിന്നീട് മറ്റൊരു വഴി തേടി പോകുകയില്ല. കാരണം ഇതുപോലെ മഹത്തായതും യഥാർത്ഥവുമായ വഴി വേറെയില്ല. യേശുവിനെ യഥാർത്ഥമായി തങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. വിശ്വസ്തയോടെ അവനെ അനുഗമിക്കണം. സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഒരിക്കലും യേശുവിനെ അനുഗമിക്കരുത്. അങ്ങനെ ചെയ്യുന്നവർ കപടഭക്തിക്കാരാണ്. യേശുവിന്റെ യഥാർത്ഥ അനുയായി തന്നെത്താൻ ത്യജിച്ച് യേശുവിന്റെ കുരിശെടുത്ത് അവനെ അനുഗമിക്കും. ധാരാളം പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും വന്നാലും യോസഫിനെയും ദാനിയേലിനെയും പോലെ വിശ്വസ്തരായിരിക്കണം. ആധുനിക ജീവിതത്തിൽ ലോകപ്രകാരം സകലവും നേടിയിട്ടും പല വ്യക്തികളും യഥാർത്ഥ സന്തോഷം എന്താണെന്നറിയാതെ കാലയവനികയ്ക്കുള്ളിൽ മറയുന്നു. ഇവിടെയാണ് ഒരു യഥാർത്ഥ മാതൃകയെ അനുധാവനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത നമുക്ക് ബോധ്യമാകുന്നത്. ദൈവപ്രകാരമുള്ള ഒരു ഉത്തമ ജീവിതം നയിക്കുവാൻ യേശുക്രിസ്തു കൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതിന് സാധിച്ചാൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരും. തന്നെത്താൻ നിഷേധിക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ അനുഗമിക്കാൻ കഴിയൂ. ശിഷ്യനായി തീരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യമായി ചെയ്യേണ്ടത് വ്യക്തിത്വത്തെ ഉയർത്തിക്കാട്ടുന്ന സ്വയത്തെ ക്രൂശിക്കണം എന്നുള്ളതാണ്. ഗുരുവിനു വേണ്ടി സ്വന്തം ജീവനെ പായിക്കുന്നതും കളയുന്നതുമാണ് ശിഷ്യത്വം. പൗലോസ് കർത്താവിന്റെ അനുകാരിയായപ്പോൾ തന്റെ പഠിത്തവും പാരമ്പര്യവും ചപ്പും ചവറുമായി എണ്ണിക്കൊണ്ട് യജമാനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. തേജോമനായ ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ തന്റെ ചാർച്ചക്കാരെയും ബന്ധുക്കളെയും കൂട്ടുകാരെയും സകലരെയും ഉപേക്ഷിച്ച് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയായി. മോശയാണെങ്കിൽ മിസ്രൈമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമായി എണ്ണി. യേശുവിനെ അനുഗമിക്കേണ്ട വിധം എങ്ങനെ? ഒന്നുകൂടി ഞാനത് വിശദമാക്കി പറയാം. തന്നെത്താൻ നിഷേധിക്കണം. തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കണമെന്നാണ് യേശു പറഞ്ഞത്. നിങ്ങളുടെ പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളോ ആടുമാടുകളോ കെട്ടിടങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം വിറ്റ് ഒന്നുമില്ലാത്ത ആളുകൾക്ക് കൊടുക്കുവാനല്ല യേശു പറഞ്ഞത്, മറിച്ച് ആത്മീയ വിഷയമാണ്. യേശുവിനോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായി നിങ്ങളുടെ ഹൃദയത്തിൽ ചില സ്വത്തുക്കളുണ്ട്. അത് കളഞ്ഞതിന് ശേഷം തന്റെ പിന്നാലെ ചെല്ലണമെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പടക് ഉപേക്ഷിക്കണം, വല ഉപേക്ഷിക്കണം, പിതൃ പാരമ്പര്യം ഉപേക്ഷിക്കണം, പുറകോട്ട് നോക്കാത്തവനായിരിക്കണം, ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കണം. ഇവിടെ നാം വായിച്ചപ്പോൾ കണ്ടത്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്നൊരുവൻ പറയുന്നു. ഈ മനുഷ്യൻ യേശുവിനോട് ഇങ്ങോട്ട് പറയുകയാണ്, കർത്താവേ, നീ എവിടെ പോയാലും ഞാൻ കൂടെ വരാം. യേശു അവനോട് ഒന്നും പറയാതെ അവൻ ഇങ്ങോട്ട് മനസ്സിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. യേശു പറഞ്ഞു, നീ അനുഗമിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ എന്റെ സ്ഥിതി ഇങ്ങനെയൊക്കെയാണ്. വലിയ സ്വപ്നക്കൊട്ടാരം ഭാവനയെ കണ്ട ആരും വരരുത്.
പ്രതീക്ഷ പോലെ ഒന്നും കിട്ടിയെന്ന് വരികയില്ല. 2 വ്യത്യസ്ത ജീവികളുടെ കാര്യം യേശുവിനോട് പറയുന്നുണ്ട്. ഒന്ന് കുഴിയിൽ പാർക്കുന്നതാണ്, മറ്റൊന്ന് ആകാശത്തിൽ കൂടുവെക്കുന്നതാണ്. എന്റെ കൂടെയുള്ള അന്ത്രയോച്ചനും തോമാച്ചനും പത്രോച്ചനും കടക്കാടമുണ്ട്. എനിക്ക് സ്വന്തമായി 10 സെന്റ് സ്ഥലം പോലുമില്ല. ബ്രദറെ, അതുകൊണ്ട് ബ്രദർ എൻ്റെ കൂടെ വരണ്ട എന്ന് യേശു പറഞ്ഞില്ല. അതിന് കാരണമുണ്ട്. ആകാശത്തിലെ പക്ഷികൾക്ക് എല്ലായിടും അതിൻ്റെതാണ്. അതിന്റെ ദൃഷ്ടിയിൽ അതിനെ എവിടെയും കൂടുവെക്കാം. അപ്പോൾ തന്നെ അതിൻ്റെതായ ഒരു സ്ഥലം അതിനില്ല. എന്റെ യേശു സകലത്തിന്റെ ഉടയവനാണ്. അപ്പോൾ തന്നെ 1 സെന്റ് ഭൂമി പോലും യേശുവിന് സ്വന്തമായിട്ടില്ല. ജനിച്ചു വീഴുവാൻ ഇടമില്ലായിരുന്നു. ഈ ലോകത്തിൽ അപ്പന്റെ വക സ്വത്തില്ല. കാരണം അവൻ സ്ത്രീയുടെ സന്തതിയാണ്. യഹൂദന് ഏറ്റവും വില കൽപ്പിക്കാത്ത ഒന്നാണ് സ്ത്രീ. അതിന്റെ സന്തതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യേശു പറഞ്ഞ വാക്കിനകത്തെ ആഴം മനസ്സിലായോ? ന്യായമായ ചിന്ത. ഇവന് യേശുവിനെ അങ്ങ് അനുഗമിച്ചാൽ പോരെ. പിന്നെ യേശുവിന്റെ മനസ്സിലെ എന്നതാണെന്ന് അറിയാൻ ചോദിക്കണോ? യേശുവിന്റെ പ്രതികരണം എന്താണെന്ന് അറിഞ്ഞിട്ട് ഇറങ്ങാനിരിക്കുവാണ് ഇദ്ദേഹം. ഇത് നസ്രായൻ കാലെ കൂട്ടി മനസ്സിലാക്കിയിട്ട് മറുപടി പറഞ്ഞു. സാധാരണ നാം ആരെയെങ്കിലും പിൻപറ്റണമെങ്കിൽ അഥവാ അവരുടെ കൂടെ കൂടണമെങ്കിൽ അവന് എന്തോ ചുറ്റുപാടുണ്ട് എന്ന് അന്വേഷിക്കും. ഇല്ലെങ്കിൽ ആരും അവനെ ഗൗനിക്കില്ല. സാമ്പത്തികമായി ചുറ്റുപാടുള്ളവനെ ചുറ്റിപ്പറ്റി പലരും കാണും. പ്രിയ ദൈവവേദലേ, മനുഷ്യവുമായുള്ള കാഴ്ചപ്പാടിലല്ല യേശുവിനെ അനുഗമിക്കേണ്ടത്. അതിന് ആത്മീയ കാഴ്ചപ്പാട് ആവശ്യമാണ്. ഇന്ന് പലർക്കും പറ്റുന്ന പരാജയം ആത്മീയ കാഴ്ചപ്പാടില്ലാതെ നസ്രായനെ പിൻപറ്റുന്നു. ഒടുവിൽ അവർ നിരാശിതരാകും. ഒരു കാര്യം മനസ്സിലാക്കണം, ഭൂമിയും അതിന്റെ പൂർണ്ണതയും എല്ലാം സ്വർഗത്തിലെ അപ്പച്ചന്റെയാണ്. അങ്ങനെയെങ്കിൽ ന്യായമായും അത് മക്കളായ നമ്മുടേതും കൂടെയാണ്. അതേസമയം നമുക്കിവിടെ ഒന്നുമില്ല. നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. ഈ ബോധ്യമുള്ളവന് മാത്രമേ ആത്മീയ കാഴ്ചപ്പാട് ലഭിക്കൂ. യേശുവിനെ അനുഗമിക്കാൻ വന്ന ഇവന്റെ ടൈപ്പാണ് ഇന്ന് പലരും. എങ്ങനെയൊക്കെ ഉണ്ടെന്നറിഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കൂ. ഇപ്രകാരമുള്ളവരോട് ഈ കാലത്ത് യേശുവിന് ഇതുതന്നെ പറയാനുള്ളൂ: മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല. സ്വന്തമായി സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കുവാനോ സ്വന്തമായി മണിമാളുകൾ പണിതുയർത്തി സൂഹിക്കുവാനോ ഉള്ളതല്ല ക്രിസ്തീയ ജീവിതം. രണ്ടാമത്, ഒരുവനോട് എന്നെ അനുഗമിക്ക എന്ന് യേശു ആവശ്യപ്പെടുന്നുണ്ട്. ആദ്യം കണ്ടവന്റെ അനിയനായിരിക്കാം ഇത്. ഇവനോട് യേശു ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു. യേശുവിന്റെ ഗുണവിശേഷങ്ങളോ അനുഗമിച്ചാൽ ഉണ്ടാകുന്ന നന്മകളോ ലാഭങ്ങളോ ഇതൊന്നും ഇവനോട് വിശദീകരിക്കാതെയാണ് യേശുവിനോട് അനുഗമിക്കാൻ പറയുന്നത്. സാധാരണ ആരെങ്കിലും അവരുടെ കൂടെ ചേരുവാൻ നമ്മളെ സമീപിച്ചാൽ ആദ്യം അവരുടെ നേട്ടങ്ങളും നമുക്കതുപോലെ ഉണ്ടാകുന്ന മെച്ചങ്ങളും എല്ലാം വിശദീകരിച്ചു തരും. യേശു ആ വക ഒന്നും പറഞ്ഞില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ: കണ്ണടച്ച് യേശുവിനെ അനുഗമിക്കുക. ഇന്നിപ്പോ ആധുനിക ശിഷ്യന്മാരുടെ നയം വേറെയാണ്. യേശുവിനെ അനുഗമിക്കുവാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് സമൃദ്ധിയും സമ്പന്നതയും സുഖസൗകര്യങ്ങളും മാത്രമായിരിക്കും എന്നവർ പഠിപ്പിക്കുന്നു. അതിനുള്ള വാക്യങ്ങളും എടുത്തു നിരത്തുന്നു. ഭൗതിക നേട്ടങ്ങളുടെ സ്വപ്നം കാണാൻ ആഹ്വാനം ചെയ്യുന്നു. ഇപ്രകാരം പൊതുജനത്തെ ഒരു പ്രത്യേക മായാലോകത്തെത്തിക്കുന്നു. ഇതൊന്നും ദൈവികമല്ല, യേശുക്രിസ്തുവിന്റെ നയവുമല്ല. ഇതൊന്നും പ്രതീക്ഷിക്കാതെ അനുഗമിക്കുന്നവർക്ക് യേശുവിനെ അനുഗമിക്കാം. യേശു പത്രോസിനോടോ അന്ത്രയോസിനോടോ യോഹന്നാനോടോ ഞാൻ നിങ്ങൾക്ക് വലിയ സമ്പത്ത് തരാമെന്നോ സ്ഥാനമാനങ്ങൾ തരാമെന്നോ ഭൗതിക സുഖസൗകര്യങ്ങൾ തരാമെന്നോ ഒന്നും പറഞ്ഞില്ല. യേശു ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. എന്ന് വെച്ചാൽ ഒരുത്തർക്കും തരാൻ കഴിയാത്ത അഭിഷേകത്തിന് ശക്തി ഞാൻ നിങ്ങൾക്ക് തരാം. അനുഗമിക്കുന്നവന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് പ്രതികരിക്കുന്ന പരിപാടി യേശുവിനില്ല. പ്രത്യുത നസ്രായന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് ഇവൻ അനുഗമിക്കുക എന്നേയുള്ളൂ. മറ്റൊരു ചിന്ത: ഈ വ്യക്തി ആചാരങ്ങളോടും കർമ്മങ്ങളോടും അല്പം താല്പര്യം കൂടുതലുള്ള ആളാണ്. അപ്പന്റെ ശവസംസ്കാരം നടത്തിയിട്ട് വരാമെന്നാണ് ഇവൻ പറയുന്നത്. യേശുവിനെ അനുഗമിക്കാൻ ഇവന് തടസ്സമായി നിൽക്കുന്നത് ശവമാണ്. ഇന്ന് പലർക്കും ഇതാണ് പ്രശ്നം. നിങ്ങൾക്ക് ശവക്കോട്ടയുണ്ടോ? വാടക കെട്ടിടത്തിലല്ലേ ആരാധന? പല ചോദ്യങ്ങളാണ്. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കടിച്ചു തൂങ്ങിക്കിടക്കുന്നവന് യേശുവിനെ അനുഗമിക്കാൻ സാധ്യമല്ല. യേശുവിന് ഇവനോട് പറയാനുള്ളത്: സഹോദര, ഞാൻ ജീവന്റെ ദാതാവാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവന്റെ വഴിയിൽ നടക്കും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ പക്കൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല. എന്നെ അനുഗമിക്കുന്നവന്റെ ലക്ഷ്യം നിത്യജീവനെ പ്രാപിക്കുക എന്നാണ്, അല്ലാതെ മരണത്തെയും മരിച്ചവരെയും ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല. പിന്നെ ശവവും ശവക്കോട്ടയും ശവസംസ്കാരവും ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് യേശുവിനെ അനുഗമിക്കാൻ സാധ്യമല്ല. ജീവന്റെ നായകനായ എന്നിലെ ജീവൻ വിശ്വസിക്കുന്നവനിലേക്ക് ശക്തിയായി വ്യാപരിക്കുന്നതോടെ മരണഭയം അവനെ വിട്ടുപോകും എന്നാണ് യേശുവിന് പറയുവാനുള്ളത്. മരിച്ചാൽ എവിടെ കുഴിച്ചിടും എന്ന ചിന്ത അവനെ പിന്നെ ഭരിക്കുന്നില്ലല്ലോ. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ടെ, നീ എന്നെ അനുഗമിക്ക എന്ന് യേശുവിനോട് പറഞ്ഞു. അതിക്രമങ്ങളാലും
പാപങ്ങളാലും അകത്തെ മനുഷ്യൻ മരിച്ച് മരണജീവനിൽ കഴിയുന്നവർക്കാണ് ഇതൊക്കെ ചെയ്യാൻ അർഹത. നീ അതിന് പോകേണ്ടവനല്ല. കാരണം അവരുടെ ഇടയിൽ നിന്ന് ജീവൻ പ്രാപിക്കുവാൻ നീ തയ്യാറാകണം. ജീവൻ പ്രാപിപ്പാൻ ആഗ്രഹമുള്ളവൻ യേശുവിന്റെ വഴി ചിന്തിക്കണം. നാം ഒരുവനെ അനുഗമിക്കുമ്പോൾ ഒന്നാമത് അവനെ മുഴുവനായി അനുസരിക്കണം. രണ്ടാമത് അവൻ പറയുന്നത് വരെ അനുഗമിക്കണം. മൂന്നാമത് അവനെ അനുഗമിക്കാൻ തീരുമാനിച്ചാൽ മറുചോദ്യം ചോദിക്കരുത്. നാലാമത്തെ കാര്യം, മുമ്പിൽ പോകുന്ന വ്യക്തിയുടെ തണലിലാണ് നാം പിമ്പേ പോകുന്നത്. ആരെങ്കിലും വഴിക്ക് വെച്ച് കണ്ടുമുട്ടിയാൽ മുമ്പിൽ പോകുന്ന ആളാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത്. നാം ആരെ അനുഗമിക്കുന്നുവോ ആ വ്യക്തി ഏത് ദുർഘടപാതയിലൂടെ പോയാലും നാം പോയേ പറ്റുകയുള്ളൂ. നാം ഒരാളെ അനുഗമിക്കുമ്പോൾ അദ്ദേഹം കാൽപാദങ്ങൾ എടുത്തു വെക്കുന്ന അതേ സ്ഥലത്താണ് നാമും പാദങ്ങൾ എടുത്തു വെക്കുന്നത്. ആകയാൽ ഓർക്കുക, യേശുവിനെ അനുഗമിക്കുന്നവർ യേശു പോയ പാന്താവിലൂടെ ഒക്കെ പോയേ പറ്റൂ. ഇനി മൂന്നാമതൊരു വ്യക്തിയെ വേദോസത്തിൽ നമുക്ക് കാണാം. അവന് അല്പം യാത്രയപ്പ് ആഗ്രഹിക്കുന്നവനാണ്. ഇക്കൂട്ടർ ഇന്നുമുണ്ട്. യേശു ഇവനോട് ആവശ്യപ്പെട്ടതല്ല, ഇവൻ ഇങ്ങോട്ട് പറയുവാണ്. പക്ഷേ നല്ലൊരു യാത്രയപ്പ് ഇദ്ദേഹത്തിന് കിട്ടണം. ഇത് കിട്ടിയിട്ട് ജന്മത്തിൽ അനുഗമിക്കാൻ കഴിയുമോ? ഫറവോന്റെ അടുത്ത് നിന്ന് നല്ല മനസ്സോടൊരു യാത്രയപ്പം മേടിച്ച് മിസ്രൈം വിട്ടുപോരാൻ പറ്റും തോന്നുന്നുണ്ടോ? ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന ചോദ്യത്തിന്റെ മുമ്പിൽ സ്വയം സമർപ്പിച്ച് ദൈവത്താൽ അയക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇനിയും ആരുടെയെങ്കിലും യാത്രയപ്പ് വേണോ? തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ക്രൂശ് വഹിക്കാനായിരുന്നു. സ്വർഗീയ കമ്മിറ്റി ഇങ്ങോട്ട് അയച്ചത് സുഖലോലുപതയിൽ ഇവിടെ ജീവിക്കുവാനല്ല, പ്രത്യുത ക്രൂശ് സഹിക്കുവാൻ വേണ്ടിയായിരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഉന്നതമായ നിലയിൽ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടെ ജീവിക്കുവാൻ ആരും യേശുവിനെ അനുഗമിക്കേണ്ട. ക്രൂശമക്കുവാൻ ഒരുക്കമുള്ളവർക്ക് ഇറങ്ങിത്തിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഇവിടുത്തെ സ്വന്തക്കാർ ഒരു നല്ല യാത്രയപ്പ് കൊടുക്കുകയില്ല, കഴിവതും പുറകോട്ട് വലിക്കും. യേശുവിന് അവനോട് പറയുവാനുള്ളത്, നിന്നെ ഇതിന് കൊള്ളുകയില്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം എന്ന് വെച്ചാൽ യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചിട്ട് പുറകിൽ നിൽക്കുന്നവരുടെ സൗണ്ട് കേട്ട് തിരിഞ്ഞ് നോക്കുന്ന നിന്നെ, പുറകിൽ നിൽക്കുന്നവരുടെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുന്ന നിന്നെ, മറ്റുള്ളവരുടെ ഒരു നല്ല വാക്കിനും പ്രോത്സാഹനത്തിനും യാത്രയപ്പിനും കാത്തു നിൽക്കുന്ന നിന്നെ, നിനക്ക് മുമ്പായി ക്രൂശ് എടുത്തുകൊണ്ട് പോയ നസ്രായനെ സൂക്ഷിച്ചു നോക്കാൻ തന്റെ ഇടമില്ലാത്ത നിന്നെ ദൈവരാജ്യത്തിന് കൊള്ളുകയില്ല. നിങ്ങൾ ചിന്തിക്കുക, യേശു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഞാനേ കുട്ടനാട്ടി താമസിച്ചതാ. അവിടെ കലപ്പയും കണ്ടം പൂട്ടുന്ന രംഗമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കലപ്പ കൊണ്ട് ഉഴുതുന്നത് ശ്രദ്ധിക്കണം, അല്പം ബുദ്ധിമുട്ടാണ്. ചെളി ദേഹത്ത് തെറിക്കും, കുഴഞ്ഞു കിടക്കുന്ന ചെളിയിലൂടെ നടക്കണം, എരിപൊരി വെയിൽ കൊള്ളണം, കാളയെ നിയന്ത്രിക്കണം. അല്പം കഷ്ടം തന്നെ. ഇങ്ങനെയൊക്കെ ആകുമ്പം ഇവന് തോന്നും, ഒരു കാര്യം ചെയ്യാം, ഇതിനിറങ്ങി തിരിക്കണ്ടായിരുന്നു, അങ്ങ് തിരിച്ചു പോയാലോ. മറ്റുള്ളവർ അപവാദങ്ങളുടെ പരിഹാസങ്ങളുടെ ചെളി വാരിയെറിയുകയും കഠിന ശോധനകളുടെ ചൂട് നീ സഹിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ, കല്ലും മുള്ളും നിറഞ്ഞ കുണ്ടും കുഴിയുമുള്ള പാതകളിലൂടെ സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ, സ്വന്തക്കാരുടെയും പള്ളിക്കാരുടെയും വാക്ക് കേട്ട് തിരിഞ്ഞു നോക്കാതെ മുമ്പോട്ട് പോകുന്നവനാണ് ശരിയായ വിശ്വാസി. അവന് മാത്രമേ യേശുവിനെ അനുഗമിക്കാൻ കഴിയൂ. തിരിഞ്ഞു നോക്കിയാൽ ഉപ്പുതൂണാണെന്ന് ഓർക്കുക. ഒരു ധനികൻ യേശുവിനെ അനുഗമിക്കാൻ അനുവാദം ചോദിക്കുന്നു. പണത്തോട് അത്യന്തികം ആർത്തിയും ആസക്തിയും ഉണ്ടായിരുന്ന മിദാസ് രാജാവിന്റെ പക്കൽ ഒരു അപരിചിതൻ കടന്നു വന്നു. ആഗ്രഹിക്കുന്നതെന്ത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ഞാൻ തൊടുന്നതെല്ലാം സ്വർണമായി തീരണം എന്ന് രാജാവ് പറഞ്ഞു. കിടക്ക, ഭക്ഷണം, ഇങ്ങനെ എന്തിൽ തൊട്ടാലും സ്വർണമാകാൻ തുടങ്ങി. അദ്ദേഹം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ വരം അങ്ങ് തിരിച്ചെടുത്തായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. പണ്ട് കവി ഇങ്ങനെ പാടി: തങ്കക്കാശേന്തുന്നോർ വിലപേശി നിൽക്കുമ സ്വർഗത്തെ ചില്ലിക്കാശേകി വാങ്ങും വിധോമാർ തങ്കത പാടിപ്പുകഴ്ത്തിടും പൂവണി മേടതൻ പ്രാന്തഭൂവിൽ ഒലിമരക്കൊമ്പേന്തി ഓശാന പാടിയോർ ക്രൂശിക്കെന്നാർക്കുന്നോരാരവത്തിൽ സൂചിക്കുഴകളെ ഏറ്റം വലുതാക്കി സ്വർഗത്തിലെത്താൻ പഴുതു നോക്കും ഒട്ടകക്കൂട്ടങ്ങൾ ഒട്ടേറെ പോയിടും ആ വഴി വക്കിൽ കിടപ്പുലാസർ
വിലയേറും മുത്തുകൾ കാണിക്കയർപ്പിച്ച് നിലയുള്ളോർ നിൽക്കും നിൻ സന്നിധിയിൽ ഒരു തുള്ളി കണ്ണീരും ഇരുചില്ലിക്കാശുമായി വരികയാണിന്നു ഞാൻ ദീനബന്ധോ. പ്രിയരെ, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. പണം ഒരു തടസ്സമല്ല. പണം നമ്മെ നിയന്ത്രിക്കാതിരുന്നാൽ മതി. ഈ ധനികനെ നിയന്ത്രിച്ചിരുന്നത് പണമാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അത് അവനെ കൊണ്ട് നടക്കില്ലെന്ന് യേശുവിന് നന്നായിട്ടറിയാം. പിന്നെ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇവന് യേശുവിനെ അനുഗമിക്കാൻ യോഗ്യനല്ലെന്ന് അവനെ തന്നെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. 49 സങ്കീർത്തനം പറയുന്ന, ഒരുവൻ ധനവാനായാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകയില്ല. അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. ഒരുവൻ യേശുവിനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കണം. ക്രൂശ് സഹിച്ച് മുമ്പേ പോയ ക്രിസ്തുവിനെ കുരിശു വരച്ച് പിന്തുടരുക എളുപ്പമാണ്. അത് അനുഗമനമല്ല, സത്യത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ്. സ്വയത്തെ ത്യജിക്കലും എന്നീ 2 വിഷയങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ നാമം നിമിത്തം ലോകത്തിൽ ലാഭമായിരുന്നത് പൗലോസ് ഛേദമെന്ന് എണ്ണിയത് സ്വയം ത്യജിക്കലാണ്. പത്രോസ് പടകും വലയും വിട്ട് കർത്താവിനെ അനുഗമിച്ചപ്പോൾ സ്വയം ത്യജിക്കുന്നതിൽ വിജയിച്ചു. എന്നാൽ വാളെടുത്ത് വെട്ടിയപ്പോൾ സ്വയത്തെ ത്യജിക്കുന്നതിൽ പരാജയപ്പെട്ടു. യേശു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കണ്ടുവച്ച പടകും പ്രതാപമുള്ള കപ്പലും ഈ വഴിയെ പോകുകയില്ല. ത്യാഗം ചെയ്യാൻ സഹനശേഷിയുള്ളവരെയാണ് യേശുവിന് ആവശ്യം. അവനവന് സഹിക്കാവുന്ന ക്രൂശെടുക്കാനേ യേശു പറയുന്നുള്ളൂ. രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ജാഥ പോകുന്നത് കണ്ടിട്ടില്ലേ? മുമ്പിൽ പോകുന്ന നേതാവ് ഏത് കൊടിയാണോ പിടിച്ചിരിക്കുന്നത്, പുറകെ പോകുന്ന അണികളും അത് തന്നെ പിടിക്കണം. കൊടിക്ക് വലിപ്പച്ചെറുപ്പം കാണും എന്ന് മാത്രം. പക്ഷെ കൊടി പിടിച്ചേ പറ്റൂ. മുമ്പിൽ പോകുന്ന നേതാവ് എന്താണോ പറയുന്നത്, പുറകെ വരുന്ന അണികൾ അത് ഏറ്റു പറയണം. അങ്ങനെയെങ്കിൽ നമ്മുടെ നേതാവ് സഹിപ്പാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. എന്നാൽ അതിന് ഏറ്റക്കുറിച്ചിലുണ്ട്. നമ്മുടെ നേതാവ് പറഞ്ഞത് നാമും ഏറ്റു പറയണം. ക്രൂശെടുത്ത് നമുക്ക് മുമ്പായി പോയവൻ അടിയുടെ പ്രഹരം തന്നെ മേടിച്ചെന്നുറക്കുക. യഹൂദന്മാർക്കും റോമാക്കാർക്കും പട്ടാളക്കാരില്ലാത്തവർക്കും ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ കുഞ്ഞാട് പോലെ അവൻ നിന്നുകൊടുത്തു. ചമ്മട്ടി കൊണ്ട് അടിച്ചതിന് ശേഷം കോൽ കൊണ്ടവനെ അടിച്ചു. പിന്നെ മുഖത്തടിച്ചു. എല്ലാറ്റിന്റെയും അധികാരിയായവൻ ഈ അധമന്മാരുടെ അടികൊണ്ട് അനങ്ങാതെ നിന്നു. പുറകാലെ ഈ ക്രൂശെടുത്ത് അനുഗമിച്ച പൗലോസിന് ഇത് തന്നെ ലഭിച്ചു. റോമാ പൗരനെ കുറ്റം തെളിയിക്കാതെ വിചാരണ ചെയ്യാതെ അടിക്കുന്നുവോ എന്ന് പൗലോസ് ചോദിച്ചു. റോമാ പൗരൻ എന്ന പേരിൽ പരാതി കൊടുക്കുവാൻ കഴിയും. ക്രൂശെടുത്തവന് പക്ഷെ അത് പറ്റില്ല. കുരിശ് നിന്നയുടെയും അപമാനത്തിന്റെയും ശാപത്തിന്റെയും മരണത്തിന്റെയും പ്രതീകമാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. മരണത്തിന്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്നാണ്. കർത്താവിന്റെ ശിഷ്യനാകുക എന്നത് സുഖലോലുപത്വത്തിന്റെ അവസ്ഥയല്ല, ഒരിക്കലും പൂമത്തയിലെ അനുഭവമല്ല. പ്രത്യുത ഞെരുക്കത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും വഴിയാണ്. ഒരു ഭക്തൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, എടുത്തുകൊണ്ട് പോകത്തക്കവണ്ണം കൈപിടിയില്ലാത്ത കുരിശിനെ ദിനംപ്രതി തോളിൽ ചുമന്നുകൊണ്ട് പോകുന്നവരാകുക. ഒരു ക്രിസ്ത്യാനിയായി തീരുവാൻ യാതൊരു ചിലവും വരുന്നില്ല. അത് സൗജന്യമാണ്. എന്നാൽ ദിനംപ്രതി നമ്മൾ തന്നെ നമ്മുടെ ക്രൂശെടുത്ത് അവനെ അനുഗമിക്കുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയ കാര്യമാണ്. ക്രിസ്ത്യാനിയുടെ ഓട്ടം തുടങ്ങുവാൻ വളരെ എളുപ്പമാണ്. എന്നാൽ സന്തോഷത്തിലും സന്താപത്തിലും ദാരിദ്ര്യത്തിലും സമ്പന്നാവസ്ഥയിലും യുദ്ധത്തിലും സമാധാനത്തിലും ചൂടുകാലത്തും ഒരുപോലെ ഓടുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം ഒരുപോലെ കണ്ടുകൊണ്ട് ജീവിതക്കുരിശ് നാൾ തോറും ചുമക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. ആകയാൽ പ്രിയ ശ്രോതാക്കളെ, യേശുവിനെ കണ്ടെത്തുന്ന വ്യക്തി പിന്നീട് മറ്റൊരു വഴി തേടി പോകയില്ല. കാരണം ഇതുപോലെ മഹത്തായതും യഥാർത്ഥവുമായ വഴി വേറെയില്ല. നാം അവനെ വിശ്വസ്തയോടെ അനുഗമിക്കുക. തന്നെത്താൻ നിഷേധിക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ അനുഗമിക്കാൻ കഴിയൂ. സ്വന്തമായ മണിമാളികൾ പണിതുയർത്തി സുഖലോലുപതയിൽ കഴിയാനുള്ളതല്ല ക്രിസ്ത്യ ജീവിതം. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കടിച്ചു തൂങ്ങിക്കിടക്കുന്നവന് യേശുവിനെ അനുഗമിക്കാൻ സാധ്യമല്ല. ഒന്നാമത് അവനെ മുഴുവനായി അനുഗമിക്കണം. രണ്ടാമത് അവൻ പറയുന്നതുവരെ അനുഗമിക്കണം. അവനെ അനുഗമിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ മറുചോദ്യം ചോദിക്കരുത്. ആരുടെയും യാത്രയപ്പ് മേടിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിപ്പാൻ സാധ്യമല്ല എന്ന് ഓർക്കുക. യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചാൽ അപവാദങ്ങളുടെയും പരിഹാസങ്ങളുടെയും ചെളി വാരിയെറിയും. കഠിന ശോധനകളുടെ ചൂട് ഒരുപക്ഷെ സഹിക്കേണ്ടി വരും. എങ്കിലും പിന്മാറരുത്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ക്രൂശ് സഹിച്ച് മുമ്പേ പോയ യേശുവിനെ കുരിശു വരച്ച് പിന്തുടരുക എളുപ്പമാണ്. അത് അനുഗമനമല്ല, സത്യത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ്. ആകയാൽ തന്നെ താൻ തേച്ച് നാൾ തോറും തന്റെ ക്രൂശെടുത്ത് അനുഗമിപ്പാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്നലെ സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്ന ദൈവവചനത്തിൻ ചിന്തകൾക്കായി സ്തോത്രം. ശ്രോതാക്കളെല്ലാവരും ധാരാളമായി അവിടെ അനുഗ്രഹിക്കണമേ.
ഇന്ന് ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ പകരണമേ. കർത്താവെ, അങ്ങേ അനുഗമിപ്പാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കഷ്ടതകളിലും ദാരിദ്ര്യത്തിലും ചൂടേറിയ അനുഭവങ്ങളിലും ഞങ്ങളെ നിന്ദിക്കുമ്പോഴൊക്കെ യേശുവിനെ മനസ്സോട് അനുഗമിപ്പാൻ, പിന്തിരിഞ്ഞു പോകാതെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, യേശുവിന്റെ സാക്ഷിയായി തീരുവാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് കൃപ ചെയ്യണം. അനാവശ്യമായ എല്ലാ കൃപയും ശക്തിയും ഉയർത്തി പകരണമേ. എല്ലാ നന്മകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ.